ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്സി നൊമാഡ്സ്. അപ്പോൾ ഇത് നമ്മൾ ജോമിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഫെബ്രുവരി 8-ന് സെവൻ സിസ്റ്റേഴ്സിൽ പോയ വ്ലോഗാണ്. പക്ഷേ ഇത് പുറം ലോകം കാണാൻ 3-4 മാസം എടുത്തു. സോ ഗൈസ്, നമ്മൾ ട്രിപ്പ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഫുഡിങ് ആണ്. നമ്മൾ ദോശ തിന്നാൻ വേണ്ടി ദോശക്കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിൻസ്റ്ററിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഞങ്ങളെല്ലാവരും ദോശ ഫാൻസാണ്. സോ നമ്മളിവിടെ ക്രിസ്പി ദോശ എന്ന് പറഞ്ഞൊരു കടയിലാണ് വന്നത്. ഇവിടെ വീക്കെൻഡ്സിൽ 11:30 വരെ അൺലിമിറ്റഡ് ഫുഡാണ്. 10 pound പെർ പേഴ്സണേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ കാളൻ വന്നു, തോരൻ വന്നു എന്നൊക്കെ പറയണ പോലെ അവിടെ 11:30 വരെ ഇരുന്ന് വിശപ്പ് മാറുന്ന വരെ ഇരുന്ന് കഴിച്ചു നമ്മൾ. ജോമി, ഇത് എത്രാമത്തെ വാടയാ? ഒന്നിന്റെ അപ്പുറത്തൊരു പൂജ ഇടണ്ടേ? അങ്ങനെ 1 മണിക്കൂർ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് പുറത്തിറങ്ങി. ആ വീക്ക് മൊത്തം ഇവിടെ ഭയങ്കര സണ്ണി ആയിരുന്നു. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത ആ സെയിം ഡേ ഭയങ്കര റെയിനി ആയിപ്പോയി. സോ സെവൻ സിസ്റ്റേഴ്സ് ക്ലിഫ് ഇസ് ബേസിക്കലി ഒരു ക്ലിഫ് ബീച്ചസ് ആണ്. ലൈക്ക് 7 ബീച്ചസ് ഉണ്ട്. അപ്പോൾ അത് ട്രെക്ക് ചെയ്യുകയൊക്കെയാണ് അവിടുത്തെ പരിപാടി. അപ്പോൾ ഇത്ര മഴയൊക്കെ ആയപ്പോൾ നമ്മൾ ഓർത്തു ട്രിപ്പ് മൊത്തത്തിൽ പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് അവിടെ മാത്രം മഴ ഉണ്ടായിരുന്നില്ല. സോ ഗൈസ്, നമ്മൾ സെവൻ സിസ്റ്റേഴ്സ് പാർക്കിങ്ങിലെത്തി. നമ്മൾ പോകാൻ പോകുന്നത് സീഫോർഡ് ഹെഡിലോട്ടാണ്. അതെങ്ങോട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീച്ച് ട്രെക്കാണ്, നമ്മുടെ നാട്ടിലെ ഗോകർണയിലൊക്കെ ഉള്ളതുപോലെ. ഈ ട്രെയിൽ സീഫോർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈസ്റ്റ് ബോണിൽ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തം ദൂരം ഏകദേശം ഒരു 22 കിലോമീറ്റേഴ്സ് ആയിരിക്കും. ഏകദേശം ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ ട്രെക്ക് ചെയ്യണം. അത് അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ട്രെക്കാണ്. ഒരു ട്രെക്കിംഗ് ആണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അത് കാരണം നമ്മളുടെ ഷൂസ് ഒന്നും അത്ര സെറ്റ് അല്ലായിരുന്നു. നമ്മൾ ഫുൾ ടൈം സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ബത്തപ്പാടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സീഫോർഡ് ക്ലിഫിലെത്തി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. സോ നമ്മൾ വിചാരിച്ചു നെക്സ്റ്റ് ടൈം ഇനി സ്പ്രിങ് അല്ലെങ്കിൽ ഓട്ടം ഒക്കെ ആകുമ്പോൾ ഇവിടെ വന്നിട്ട്, ഇത് ലണ്ടനിൽ നിന്ന് ജസ്റ്റ് 1 മണിക്കൂറുള്ളൂ. സോ വീക്കെൻഡ് ട്രിപ്സ് അല്ലെങ്കിൽ ഡേ ട്രിപ്സിനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. സോ ആസ് യൂഷ്വൽ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ പയ്യെ താഴോട്ട് പോകാൻ തുടങ്ങി. താഴെയാണ് ആക്ച്വലി ബീച്ച്. നമ്മളിപ്പോൾ ക്ലിഫിലാണ് നിൽക്കുന്നത്. സാധാരണ നമ്മൾ എവിടെ പോയാലും അവിടെ ചെറിയ കഫേസ് അല്ലെങ്കിൽ ബിയറൊക്കെ കിട്ടുന്ന കടകൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് വരുമ്പോൾ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഫുഡോ ഡ്രിങ്ക്സോ എന്താണെന്ന് വെച്ചാൽ പ്രിപ്പയർഡ് ആയിട്ട് വരാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി വിൻ്റർ ടൈമിലാണ് പോയത്. പിന്നെ നമ്മൾ ഓൾറെഡി രാവിലെ മൂക്കുമുട്ട കഴിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല, വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ കടൽ ഗ്രാൻഡ് മദർ ആവുള്ളത്, കടൽ അമ്മയല്ല. ഇത് ഇംഗ്ലീഷ് അല്ലേ? ഇവിടെ ഇംഗ്ലീഷ് ഇടണം. എങ്ങനെ ഉണ്ടായിരുന്നത്? കോമിക് അല്ലായിരുന്നോ? അങ്ങനെ നമ്മളൊരു 2 hours ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും തിരിച്ച് പാർക്കിങ്ങിൻ്റെ അടുത്തെത്തി. ഇനി ഒരു കഫേ കണ്ടുപിടിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്.
സോ നമ്മൾ നമ്മുടെ പാർക്കിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കഫേ കയറി ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ജോമിയുടെ ബർത്ത്ഡേ ഒക്കെ അടിച്ച് പൊളിച്ചു നമ്മൾ വീട്ടിലോട്ട് പോവാണ്. സോ മറ്റൊരു വ്ലോഗുമായി കാണുന്നവരെ ബൈ.